എന്താ എന്തു പറ്റി? തലയ്ക്ക് ഒരു മരവിപ്പ് പോലെ. ഇതാ ഞാൻ പറഞ്ഞത് ഡോക്ടറെ കാണണമെന്ന്. വേണ്ട, കുറച്ചേരം കിടന്നാ മാറിക്കോളാം. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഒന്നും മിണ്ടാതെയും പറയാതെയാണ് ഇപ്പൊ വരുന്നത്. അത് മുസഖ, ഞാൻ ഒന്നും പറയണ്ട. കൈയിന്റെ മുറിവ് ശരിക്കും ഉണങ്ങിയിട്ട് പോയാൽ മതി എന്നല്ല ആശാൻ പറഞ്ഞേ. സൂക്ഷിക്കണം സാറേ, കൈ പൈസപ്പില്ല മുറിച്ചിടേണ്ടി വരും. എന്റെ അറുനാക്കൊണ്ടൊന്നും പറയാതെ ചെയ്താനെ. നിങ്ങൾ വരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. നിങ്ങളെ കാണാത്തോണ്ട് അമ്മുമോൾ അവിടെ കിടന്ന് തൊടല് പൊട്ടിക്കുക. തൊടല് പൊട്ടിക്ക അമ്മുമോളെന്താ ആനയാ? എന്റെ വാപ്പ മുണ്ടിപ്പോവരുത്. നടക്ക്, നിങ്ങൾ വരി. ആശാനെ, നിങ്ങൾ ആളെ ഞങ്ങൾ കയ്യോടെ കൊണ്ടുവന്നിരിക്കുക. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ രാഘവ? മനുഷ്യന്റെ അകവാള് വെട്ടിപ്പോയില്ലേ? കുറെ നേരം ഇതിനകത്തിരുന്ന് ബോറടിച്ചപ്പോ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. നാട് മുഴുവൻ പോലീസ് ചുറ്റിത്തിരിക. കാണുന്നവരൊക്കെ പിടിച്ചു ചേർത്ത് ജയിലിൽ ചാടിയ പ്രതി എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത്? നമ്മുടെ ഇരിക്കുക. പ്രതിയെ ശരിക്കും അവർ കൊന്നു കാണും. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോലീസുകാര് കാട് മുഴുവൻ കറങ്ങി ഇറക്കുക. രാഘവേട്ട, വെറുതെ പോലീസുകാരെ കയ്യിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. അടിച്ച് എല്ലാം അടിച്ചിട്ട് രാഘവേട്ടനാണ് ജയിലിൽ ചാടിയെന്ന് അവർ പറയുന്നു. മാമൻ എവിടെ പോയിരുന്നു? മാമനെ കാണാഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ? മാമൻ എങ്ങും പോയില്ല മോളെ. അപ്പൊ ആശാനെ, ഞങ്ങൾ പോണു. ശരി മോളെ, ചേച്ചി പോവാ. അമ്മ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവക്കാണെങ്കിൽ താനെന്ന് പറഞ്ഞ ജീവനാ. അത് ഓർത്തെങ്കിൽ ഇങ്ങനൊന്നും ഇറങ്ങി പോകല്ലേ. അമ്മുമോളുടെ അച്ഛനും അമ്മയും രണ്ടുപേരും പോയി. പിന്നെ നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോ ഇവക്ക് ഞാനും എനിക്കിവള് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് താനും. വാ, വല്ലതും കഴിക്കാം. ഇതെന്താ, ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട വേണ്ട, കഴിക്കാൻ നിന്നാ വൈകും. 9 മണിക്ക് DIG സ്റ്റേഷനിലെത്തും. പുള്ളിയാണെങ്കിൽ ആളൊരു ചൂടനാ. ഇവിടെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പൊ നോക്കിയാലും ഈ തിരക്കും ടെൻഷനും തന്നെ. നന്ദേട്ടാ, നമുക്ക് വേറെ എവിടേക്കെങ്കിലും ഒരു ട്രാൻസ്ഫർ വാങ്ങിയാലോ? പിന്നെന്താ, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ട്രാൻസ്ഫർ തരാൻ എന്റെ അമ്മായിയപ്പനല്ലേ ഹോം മിനിസ്റ്റർ. മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങളുള്ള കാട്ടുപ്രദേശത്തല്ലേ താമസം. സ്വഭാവത്തിലും അത് കാണാതിരിക്കില്ല. ഓ, അത് ശരി. അപ്പൊ എനിക്ക് മൃഗത്തിന്റെ സ്വഭാവമാണെന്നാണ് നീ പറയുന്നത്? ഏയ്, എന്ന് ഞാൻ പറഞ്ഞില്ല. കുറെ നാളും കൂടി ഇവിടെ കഴിയേണ്ടി വന്നാ എനിക്കും ഈ സ്വഭാവം പകരുമെന്ന് പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അതിൽ റിസ്കിന്റെയും ബുദ്ധിമുട്ടിന്റെയും കാര്യം ഞാൻ ആലോചിക്കാറില്ല. ഇപ്പൊ എന്റെ ലക്ഷ്യം മാധവൻകുട്ടിയാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഞാൻ അവനെ പിടിക്കും. ചിലപ്പോ ജീവനോടെ അല്ലെങ്കിലും. ഉച്ചയ്ക്ക് ഞാൻ വരില്ല. നീ എന്നെ കാത്തിരിക്കണ്ട, ഊണ് കഴിച്ചോളൂ. ആമിന, ഒറ്റയ്ക്ക് നിന്നാണോ തുണി തിരുമുന്നത്? ഒറ്റയ്ക്ക് നിന്നാ വല്ലവരും പിടിച്ചോണ്ട് പോവാ. വല്ല കാട്ടുമൃഗങ്ങളും വന്നാൽ ആമിനയ്ക്ക് പേടിയാവൂലേ? എന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് നമ്മള് പേടിച്ചില്ലല്ലോ. ആമിനയുടെ തമാശ കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അലക്ക് നിർത്തിയിട്ട് വേഗം കുളിക്കാൻ നോക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് പോണുണ്ടാ? നമ്മൾ 2 ജാതി ആയതുകൊണ്ടാ ആമിനയ്ക്ക് പേടി. അതൊരു പ്രശ്നമേ ഇല്ല. ഹിന്ദു മുസ്ലിം മത മൈത്രിയുടെ ഒരു മനുഷ്യ ചങ്ങല നമുക്ക് സൃഷ്ടിക്കും. അയ്യോ, ജാതി മാറുന്ന സ്നേഹിക്കാൻ പറ്റിയ മോന്ത നായിന്റെ മോൻ ഇനങ്ങാന്റെ മോളെ പിന്നാലാണ് എന്റെ എല്ലാവരും മനുഷ്യരങ്ങാണ്ട പോവാൻ പറഞ്ഞപ്പോ പിന്നെ നിൽക്കണം. ഈ കാര്യത്തിൽ മൂസാക്ക ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇങ്ങനെയൊക്കെ മൂസാക്കെ സഹായിക്കാൻ പറ്റും. കാരണം നായിന്റെ മോളെ ഇനെങ്ങാനും എന്റെ മോളെ പിന്നാലെ നടന്നില്ലെങ്കിൽ ഒരു ഒറ്റ അടിക്കാൻ മയ്യത്തി ഞാൻ എടുക്കും കേട്ടോ. കയ്യെന്ന് വിടൂ അമ്മു. മാമ, ഈ ചേച്ചിക്ക് മാമിന്റെ അടുത്ത് പോയ നാണമാ. മാമിന് തരാൻ
ഈ ചേച്ചി ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഒരു ഒരു ഓയിന്റ്മെന്റാ. ഇത് പുരട്ടിയ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നു പറഞ്ഞപ്പോ അമ്മ പിന്നെ എന്നെ അവിടെ നിർത്തിയില്ല. അങ്ങോട്ട് പുരട്ടി കൊടുക്ക ചേച്ചി, മാമിന് കൈ പാടില്ലാത്തതല്ലേ. വേണ്ടമോ, മാമൻ തന്നെ പരട്ടിക്കൊള്ളാം. എന്താ ഇത്? രമണി കൊണ്ട് തന്നതാ. ആഹാ, എന്റെ മരുന്ന് ഫലിക്കുന്നില്ലെന്ന് തോന്നിയോണ്ടാണോ നീ വേറെ മരുന്ന് കൊണ്ട് കൊടുത്തത്? വാ അമ്മു. അവിടെ വേലായുധ പെരുമാൾ. ആ വരുന്നു. എന്നാ. ആശാനെ, ഓ ഓ, എന്താ വരെ കുട്ടി? ഒരു മണി ഓർഡർ ഉണ്ട്. ആ, തിരിച്ചയച്ചേര്. തിരിച്ചയക്കാൻ ആ. എന്ത് പറ്റി? വേണ്ടടോ, ഇനി ഈ പണം എനിക്ക് വേണ്ട. അപ്പൊ കൈപ്പറ്റുന്നില്ല. ആ, എന്താ മണി ഓർഡർ തിരിച്ചയച്ചത്? അത് വേണ്ടെന്ന് വെച്ചു. അതെന്താ? ഈ ജോലി ചെയ്ത് കിട്ടുന്ന കൂലിക്ക് അധ്വാനത്തിന്റെ ഫലം എന്നാണല്ലോ പറയാ. ഇതുവരെ അധ്വാനം ഇല്ലാതെ ഒരു നിമിഷം കൊണ്ട് ചെയ്തു തീർക്കുന്ന ക്രൂരകൃത്യത്തിനുള്ള കൂലിയാ. ഞാനൊരു സെൻട്രൽ ജയിൽ ജീവനക്കാരനാ. സെൻട്രൽ ജയിലിൽ എന്ത് ജോലിയാ? ഈശ്വരൻ വിചാരിക്കുന്നതിലും വേഗം മനുഷ്യജീവൻ ഒടുക്കുന്നയാളാ. ഞാനൊരു ആരാച്ചാര. ആരാച്ചാരെന്ന് കേട്ടപ്പോ തനിക്ക് പേടി തോന്നുന്നുണ്ടല്ലേ? മനസ്സുണ്ടായിട്ട് ചെയ്യുന്ന ജോലി അല്ല രാഘവ, പാരമ്പര്യമായിട്ട് കിട്ടുക. ഓരോരുത്തരെ തൂക്കിലേറ്റുമ്പോഴും ആരാച്ചാരന്മാരുടെ മനസ്സിന് കരുത്തും ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യം നേരെ മറിച്ച. ഇനി എനിക്ക് തൊഴിൽ ചെയ്യാൻ വയ്യടോ. തനിക്കറിയാവോ, ഒരുപാട് പേരുടെ കഴുത്തെ കറുത്ത തുണിയും കയറും കെട്ടിയവനാ ഞാൻ. അന്നൊന്നും എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരാളുടെ ജീവൻ ഞാൻ ഒടുക്കി. ഒരു മമ്മാലിയുടെ. വലിയ കുറ്റമാണ് അവൻ ചെയ്തത്. പക്ഷെ കഴുത്തെ കയറിട്ടപ്പോ എന്റെ ഉമ്മായും കുഞ്ഞുമോളെയും കാണണമെന്ന് പറഞ്ഞ അവൻ പൊട്ടിക്കരയായിരുന്നു. കറുത്ത തുണിക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന മമ്മാലിയുടെ കരച്ചിൽ കേട്ടിട്ട് അവന്റെ ആരുമല്ലാത്ത ഞാൻ പോലും തകർന്നു പോയിടോ. അന്ന് ഞാൻ തീരുമാനിച്ച മേലില്ല കയറി ഞാൻ തൊടില്ല. ആ കാശും എനിക്ക് വേണ്ട. നന്ദേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ പിണങ്ങോ? കാര്യം എന്താണെന്ന് പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഇണങ്ങണോ പിണങ്ങണോന്ന്. എനിക്കൊന്ന് വീട്ടിൽ പോണമെന്നുണ്ട്. ഞാൻ പൊയ്ക്കോട്ടെ? എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ പോലും പോകാത്തവളായിരുന്നല്ലോ നീ. അമ്മയെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ, അതുകൊണ്ടാ. അതിന് അമ്മ അസുഖമായിട്ട് കിടക്കൊന്നും അല്ലല്ലോ ഉടനെ പോയി കാണാൻ. അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയെ കാണാവൂ എന്നല്ല ഞാൻ പറഞ്ഞത്. ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടിയാണ് എനിക്കിപ്പോ. നീ ഇവിടെ ഇല്ലെങ്കിൽ എന്റെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ടാ. യെസ്, നന്ദകുമാർ ഹിയർ. സർ സർ, 5-6 പോലീസുകാരൻ വെച്ച് കാട് മുഴുവൻ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സർ. അതുകൊണ്ടാ. എനിക്കറിയാം സർ. അവൻ ഇവിടെ വിട്ട് പോകാനിടയില്ല സർ. മെസ്സേജ് അയച്ചിട്ടും ആവശ്യത്തിനുള്ള ഫോഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല സർ. താങ്ക് യു സർ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു സർ. SP യുടെ ഫോണാ. അങ്ങേർക്ക് AC റൂമിലിരുന്ന് കൽപ്പിച്ചാൽ മതിയല്ലോ. ഇവിടെ ഊണും ഉറക്കമില്ലാതെ കാട്ടി കിടന്ന് അട്ടാടി കൊള്ളാൻ മറ്റുള്ളവരും. അയാളെ പിടിക്കുവോ? എന്താ സംശയം? എന്റെ മോനെ എനിക്കൊന്ന് കാണണം. പാപ്പച്ച, എന്റെ മോനെ എനിക്കൊന്ന് കാണിച്ചു തരില്ലേ? അമ്മ വിഷമിക്കാതിരിക്കേ. അമ്മയെ കാണാൻ അവൻ വരാതിരിക്കില്ല. അവൻ ഇവിടെ വന്ന അവനെ പോലീസുകാർ പിടിച്ചോണ്ട് പോവില്ലേ? എന്റെ കണ്ണടയുന്നതിന് മുമ്പേ എന്റെ മോനെ എനിക്കൊന്ന് കാണാൻ പറ്റില്ലേ? പാപ്പച്ച, എന്റെ മോനെ എനിക്ക് കാണണം. അല്ലെങ്കിൽ അവന്റെ അടുത്ത് എന്നെ കൊണ്ടുപോ. അമ്മ സമാധാനമായിട്ട് കിടക്ക്. ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം.